Hi friends, I'm magician SAMRAJ. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജയശങ്കറിന്റെ പത്നിയുടെ പേരിലുള്ള ജയശ്രീ ക്രിയേറ്റീവ് ഹബ് എന്ന യൂട്യൂബ് ചാനലിന്റെ 50ാമത് വീഡിയോ ആണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഞാൻ കണ്ടു, എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചാനലിന്റെ ഈ 50ാമത്തെ വീഡിയോ നിങ്ങൾ ഏവരും കാണണം, അനുഗ്രഹിക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി പുതിയ വീഡിയോസ് ചെയ്യാൻ ജയശ്രീ ക്രിയേറ്റീവ് ഹബ് എന്ന ഈ യൂട്യൂബ് ചാനലിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. നമസ്കാരം. ജയശ്രീ ക്രിയേറ്റീവ് ഹബിന്റെ 50ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ 50ാമത്തെ വീഡിയോ തികച്ചും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓഡിറ്റോറിയത്തിലും മറ്റും നമ്മൾ കാണുന്ന LED വാൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നെന്നും അതിൻ്റെ പ്രവർത്തനം എന്തെന്നുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു വാഹനത്തിലായിരിക്കും LED വാൾ കൊണ്ടുവരുന്നത്. എട്ടടി നീളവും 6 അടി ഉയരവുമുള്ള LED വാൾ ഇതുപോലെ 3 ബോക്സിലായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു ബോക്സിനകത്ത് 4 പാനലുകളാണുള്ളത്. പാനലുകളെ ടൈൽസ് എന്നും പറയും. പാനലുകൾക്ക് ഒരു ഡാമേജും വരാതെ സൂക്ഷിക്കാൻ പറ്റിയ ബോക്സുകളാണ് ഇവ. ഈ പാനലുകളെ ഇതുപോലെ യോജിപ്പിച്ചിട്ടാണ് LED വാൾ ഉണ്ടാക്കുന്നത്. 2 അടി വീതിയും 2 അടി നീളവുമുള്ള 12 പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ LED വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പാനലുകൾ കൊണ്ടുവന്ന ബോക്സ് തന്നെയാണ് ഇവിടെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് സ്പേസ് ഉണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡിലും ഫിക്സ് ചെയ്യാം. സ്റ്റേജിൽ ഇവ എങ്ങനെയാണ് യോജിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. പാനലുകൾ തമ്മിൽ യോജിപ്പിക്കാനുള്ള ലോക്കുകൾ അതിൽ തന്നെയുണ്ട്. ഇതുപോലെയാണ് എല്ലാ പാനലുകളും യോജിപ്പിക്കുന്നത്. LED വാൾ നിർത്താനായിട്ട് ഇതുപോലുള്ള സപ്പോർട്ടിംഗ് സ്റ്റാൻഡും ഇതിൻ്റെ കൂടെ ഘടിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഇനി ബാക്കിയുള്ള പാനലുകളും ഘടിപ്പിക്കാം. പാനലുകളെല്ലാം ഏകദേശം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി പാനലുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം. പാനലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ 2 കേബിളുകൾ ഉപയോഗിച്ചിട്ടാണ്. ഒന്ന് പവർ കേബിളും മറ്റേത് സിഗ്നൽ കേബിളുമാണ്. ഇതാണ് ഇതിൻ്റെ പവർ കേബിൾ. ഇത് ഈ സൈഡാണ്. ഇവിടുന്ന് ഇങ്ങനെ താഴേക്കാണ് കൊടുക്കുക. ഇത് പിന്നെ വരുന്ന സിഗ്നലാണ്. സിഗ്നലും അതേപോലെ തന്നെ ഈ സൈഡാണ് കണക്ട് ചെയ്യുക. എല്ലാ പാനലുകളെയും ഇതുപോലെ കേബിളുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. പാനലുകളെല്ലാം കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തു കഴിഞ്ഞു.
സ്വിച്ച് ബോർഡിൽ നിന്നും LED പാനലിലേക്കുള്ള പവറാണ് കൊടുക്കുന്നത്. സുരക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ചെയ്യുന്നത്, അതായത് LED പാനൽ എർത്ത് ചെയ്യുന്നത്. LED വാളിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം, അതായത് കൺസോളാണ് ഇത്. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡാറ്റ കൺസോളിലേക്ക് വന്നതിന് ശേഷമാണ് LED പാനലിലേക്ക് പോകുന്നത്. HDMI കേബിൾ അല്ലെങ്കിൽ VGA കേബിൾ ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടറും കൺസോളും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. കൺസോളിൽ നിന്ന് വരുന്ന സിഗ്നൽ കേബിൾ LED വാളിലേക്ക് കണക്ട് ചെയ്യുന്നു. പാനൽ ഓണാക്കുന്നത് ശ്രദ്ധിക്കാം. ഈ കാണുന്ന വിഷ്വൽസ് കൺസോൾ ഉപയോഗിച്ച് റീഅറേഞ്ച് ചെയ്യണം. കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഡിസ്പ്ലേയിൽ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള വിഷ്വൽസ് അതുപോലെ തന്നെ LED വാളിലും ലഭിക്കുന്നുണ്ട്. LED വാളിൻ്റെ ബ്രൈറ്റ്നസ് ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇൻഡോർ യൂസേജിന് 15% തന്നെ ധാരാളമാണ്. എന്നാൽ ഔട്ട്ഡോർ യൂസേജിനാണെങ്കിൽ 100% വരെ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ഫ്ലിക്കറിംഗ് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് നേരിൽ കാണുമ്പോൾ ഈ ഫ്ലിക്കറിംഗ് ഉണ്ടാകുന്നില്ല. LED വാളിനെ കുറിച്ച് ഞങ്ങൾക്ക് തോന്നിയ ചില സംശയങ്ങൾക്ക് നിഖിൽ ടീം വിശദീകരണം നൽകുന്നു. ഹലോ, ഞാൻ ശ്രീധാമാണ്. ഫോർ ദ പീപ്പിൾ എന്നുള്ള കമ്പനിയിൽ നിന്ന് ടെക്നിക്കൽ സ്റ്റാഫാണ്. അതെ, ഉപയോഗിക്കാം. നമുക്ക് മെയിനായിട്ടുള്ള പ്രോബ്ലം വരുന്ന ഔട്ട്ഡോർ LED വാളിന് മഴയും ഡസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ കവറിങ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മഴയിൽ നിന്നും ഡസ്റ്റിൽ നിന്നും നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും ഉപയോഗിക്കാം. നമുക്ക് LED വാള് ഓഡിറ്റോറിയത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീഡിയോ ക്യാമറയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ക്യാപ്ചർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്, അത് വേണം. പിന്നെ ലാപ്പ്, പിന്നെ അതിന് കൂടുതലുള്ള ആക്സസറീസ്, അത്രയും വേണ്ടി വരും. അതായത് നമ്മൾ ഒരു കൺസോൾ എന്ന് പറയുക, നമ്മുടെ LED വാള് ഉപയോഗിക്കുന്നതിന് മെയിനായിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ് കൺസോൾ. ഈ കൺസോളിലാണ് നമ്മൾ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്യുന്നത് LED വാളിൻ്റെ. അതിൽ ഒരു കൺസോളിൽ 48 വരെ കയറും. VX400 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസോളാണ്. അതിൽ 48 ടൈല് വരെ ഒറ്റയടിക്ക് ചെയ്യാം. മെയിനായിട്ട് വരാറുള്ള ഫോൾട്ട്സ് പറയുന്നത് വോൾട്ടേജ് വേരിയേഷൻ, പിന്നെ ലാമ്പ് ഫ്ലിക്കറിങ്, കളർ ചേഞ്ചൊക്കെയാണ് വരാറുള്ളത്. മെയിനായിട്ട് നമ്മുടെ LED വാളിന് ഒരു വാളിന് തന്നെ ഏകദേശം 200 വാട്ട്, ഒരു ടൈലിന് തന്നെ ഏകദേശം 200 വാട്ട് പവർ കൺസംഷൻ വേണം. അത് ഓൺ ചെയ്യുമ്പോൾ 200 വാട്ടും പിന്നെ ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 100 വാട്ട്സുമായിട്ട് അത് ചുരുങ്ങും. പിന്നെ കളർ ഫ്ലിക്കറിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ലാമ്പ് ചെറിയ ലാമ്പുകളാണ്, 3.5 ലാമ്പുകളാണ് ചെറുത്, അതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡാമേജ് കാര്യങ്ങൾക്കൊക്കെയാണ് കളർ ഫ്ലിക്കറിങ് വരും. പാനലുകളുടെ LED ബൾബ് നമുക്ക് റിപ്ലേസ് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു ബൾബായിട്ട്, സിംഗിൾ ബൾബായിട്ട് നമുക്ക് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരു ബൾബ് കേട് വന്നാലും നമുക്ക് ഒരു സ്ട്രിപ്പായിട്ടാണ് റിപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏകദേശം ഒരു 10-12 ആ റേഞ്ച് വരും. നമുക്ക് മാക്സിമം ആയിട്ടുള്ള LED വാളിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് അപ്രോക്സിമേറ്റ് ഒരു 1 lakh hours ആണ്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് പ്രകാരം നമുക്ക് എല്ലാ പ്രിക്വേഷൻസും കറക്റ്റായിട്ടുള്ള വോൾട്ടേജും ബാക്കിയുള്ള ടെക്നിക്കലായിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യുമ്പോഴും കൂടി ഏകദേശം ഒരു 20,000 hours മാക്സിമം നമുക്ക് പറയാം. നമുക്ക് കമ്പനി തരുന്ന വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷത്തെ വാറണ്ടിയാണ്. ഒരു ടൈല്, അതായത് സിംഗിൾ പീസ്, ഒന്നില്ലെങ്കിൽ 1.5-1.5 1.5 അടിക്ക് 1.5 അടി, അതായത് ഒരു സ്ക്വയറായിട്ട്, അല്ലെങ്കിൽ 2ക്ക് 2 ആയിട്ടുള്ള ഒരു സ്ക്വയർ. അങ്ങനെയാണ് നമുക്കിപ്പോൾ LED ടൈല് ലഭിക്കുന്നത്.
ഈ LED വാള് വാങ്ങുവാൻ ഏകദേശം 100 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 10 ലക്ഷം രൂപ വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് അതിന് പുറമെയുള്ള ചാർജിങ് വരും. അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസിന് അതിന് പുറമെയുള്ള ചാർജാണ്. LED വാൾ ഉപയോഗിച്ച് നമുക്ക് വാളിൽ 3D എഫക്റ്റൊക്കെ കൊടുക്കാൻ നമുക്ക് വേറെ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ടെന്നാണ് ചോദ്യം. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. അതിന് പുറമെയുള്ള 2-3 സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് പെയ്ഡായിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ പേര് പറയുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് സാധാരണ 3D അനിമേഷൻസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനാണെങ്കിൽ അതിൻ്റെ ഈ സോഫ്റ്റ്വെയർസിൻ്റെ ആവശ്യമില്ല. LED വാളിന് വേണ്ട പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടൈലിന് നമുക്ക് സ്റ്റാർട്ടിങ് 200 വാട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേബിൾ ആകുമ്പോൾ 100 വാട്ടുമാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. LED വാൾ ഉപയോഗിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ വോൾട്ടേജ് സ്റ്റെബിലിറ്റിയാണ് ഫസ്റ്റ്. അതായത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജ് വേണം. ഞാനിപ്പോൾ 200 വാട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആകുമ്പോൾ 100 വാട്ട് എന്ന് പറഞ്ഞല്ലോ, ആ തരത്തിലുള്ള വോട്ട് എപ്പോഴും അതിന് കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിന് പ്രശ്നം വരും. പിന്നെ രണ്ടാമതെന്നുള്ളത് എർത്തിങ് ആണ്. പ്രോപ്പറായിട്ടുള്ള എർത്തിങ് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ടുള്ള വോൾട്ടോ അല്ലെങ്കിൽ കുറവ് വോൾട്ടോ വന്നു കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫാന് അതുപോലെ സീലിംഗ് ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫാൻ ഇടുമ്പോഴോ അല്ലെങ്കിൽ സീലിംഗ് വല്ലതും തട്ട് മറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. ഒരു ജനറേറ്റർ, ഒരു മിനിമം ഒരു 3 kVൻ്റെ ജനറേറ്റർ ഇതിനു വേണ്ടി മാത്രം വെക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന LED വാളെന്ന് പറയുമ്പോൾ അത് ഹവായി കമ്പനിയുടെ ഗ്ലാഡോസ് എന്നുള്ള കമ്പനിയാണ്. നമ്മളത് ഉപയോഗത്തിൽ വെച്ചിട്ട് ഉള്ളതിൽ വെച്ച് മികച്ചതായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്തത്. പിന്നെയും കുറേ ബ്രാൻഡ്സ് ഔട്ടറായിട്ട് ഇവിടെ മാർക്കറ്റിൽ ഉണ്ട്. LED വാൾ എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ, അതായത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്സ് ആണ്. നമുക്ക് സൗണ്ട് അതിൽ വരില്ല, കാരണം പിക്ചർ അല്ലെങ്കിൽ വീഡിയോ അത് മാത്രമേ അതിൽ വരത്തുള്ളൂ. സൗണ്ട് നമ്മൾ സെപ്പറേറ്റ്, ഇപ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ സൗണ്ട് സെപ്പറേറ്റ് നമ്മൾ അത്യാവശ്യം കാണണം. സൗണ്ടിൻ്റെ ക്വാളിറ്റി നമ്മൾ എത്ര വോട്ട്സ് അല്ലെങ്കിൽ എത്ര ആമ്പ് വെക്കുന്നു അല്ലെങ്കിൽ എത്ര വലിയ സ്പീക്കർ വെക്കുന്നു അതിനനുസരിച്ചിരിക്കും വലുതാവാനും ചെറുതാവാനുള്ള സാധ്യത. നമ്മൾ അത്യാവശ്യം വലിയൊരു വോൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അതിന് ആപ്റ്റായിട്ടുള്ള സൗണ്ട് സിസ്റ്റം, അതായത് ഡിജിറ്റൽ മിക്സറും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും, അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും അതിന് ആപ്റ്റായിട്ടുള്ള പരിപാടി. ഞങ്ങളുടെ ഈ 50ാമത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ ഈ സ്പെഷ്യൽ വീഡിയോയ്ക്ക് ആശംസകൾ അറിയിച്ച മജീഷ്യൻ സാമ്രാജ് സാറിനും അതുപോലെ തന്നെ ഇത് ഷൂട്ട് ചെയ്യാനും ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ വിശദീകരിക്കാനും സഹകരിച്ച ഫോർ ദ പീപ്പിളിനും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ചാനലിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെ നമുക്ക് പരിചയപ്പെടാം. ഈ ചാനലിന് വേണ്ടി ടെക്നിക്കൽ ഐഡിയാസ് നൽകുന്നത് എൻ്റെ ഹസ്ബൻഡ് ജയശങ്കർ. വീഡിയോ ഷൂട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് ചെയ്യുന്നത് വിഘ്നേഷ്. ഓൺ-സൈറ്റ് പ്രൊജക്റ്റ് വർക്ക് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നത് വിഘ്നേഷ് വിനയ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് കൊണ്ടാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.